മരണവും ജനനവും സത്യമല്ല, നിശ്ചിതമാണ്. നിശ്ചയമായിട്ടും വരും. അതെ. മരണം നിശ്ചയമായിട്ടും വരും. മരണത്തെക്കുറിച്ച് ഒരു ലോകപ്രശസ്തനായ ഒരു ചിന്തകൻ പറഞ്ഞത്, ഒരു അതിഥി വരും, എപ്പോൾ വരുമെന്നറിയില്ല. അപ്പോൾ നമുക്ക് ആശങ്ക ഉണ്ടാവുമല്ലോ. അതെ. ഒരു അതിഥി വരും, എന്തായാലും വരും, നിശ്ചയമായിട്ടും വരുന്നൊരു അതിഥിയാണ് മരണം. പക്ഷെ എപ്പോൾ വരുമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇത്രയും ഭയം. ശരിയല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത കൊല്ലം ഇന്ന ദിവസം മരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ കുറഞ്ഞു. കാരണം അതിനു മുമ്പ് ചെയ്യേണ്ടതൊക്കെ ചെയ്യാം, കടങ്ങൾ വീട്ടാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കൺസിഡറേഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് രണ്ട് പ്രശ്നമാണ്. മരണം എപ്പോഴെന്ന് അറിയാത്തതുകൊണ്ട് രണ്ട് കാര്യമാണ്. മരണം എപ്പോൾ വരുമെന്ന് അറിയാത്തതുകൊണ്ട് മനുഷ്യൻ കൂടുതൽ സ്വാർത്ഥനാവുന്നു. സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുന്നില്ല, പരിഗണിക്കേണ്ടവരെ പരിഗണിക്കുന്നില്ല, ക്രൂരമായി പെരുമാറുന്നു, എല്ലാ ജീവികളോടും ക്രൂരത കാണിക്കും. എന്തുകൊണ്ടാണ്? എൻ്റെ മരണം ഇപ്പോഴൊന്നും ഇല്ലെന്ന ചിന്ത കൊണ്ടാണ്. എനിക്കും ഒരു മരണമുണ്ടെന്ന ബോധ്യമുള്ളവൻ കുറെ കൂടെ കാരുണ്യവാനും ഒരു ഗുണവാനുമായി തീരും. കാരണം അവന് പിന്നെ ഇവിടെ ഒരു വളരെ ടെമ്പററി സ്റ്റേ ആണെന്ന് അറിയുന്നവൻ ഇവിടെ കിടന്ന് വല്ലാതെ ആൾ കളിക്കില്ലല്ലോ. ശരിയാ, അല്ലേ? അപ്പം മരണം നിശ്ചിതമാണ്, പക്ഷെ എപ്പോൾ വരുമെന്ന് അറിയാത്തത് കൊണ്ടുള്ള ഒരു ആശങ്കയുമുണ്ട്, പേടിയുണ്ട്. മരണത്തോട് പേടിയുണ്ട്. അപ്പം അയ്യോ ഞാനും മരിച്ചു പോകുമോ എന്നൊരു പേടിയുണ്ട് എല്ലാവർക്കും.